ഇതേലും മുഴുവൻ ഊരം കയറിയല്ലോടാ കുഞ്ഞെ. നേരാണല്ലോ. എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ ഒരുത്തിനും ഒരു ഉത്തരവാദിത്വം. പാപ്പൻ അവിടെ നിന്നോ, ഞാൻ ആ പണിക്കാരനെ ഒന്ന് വിളിച്ചോണ്ട് വരാം. ആ മണിയനെയും വിളി. മണിയാ എന്നാടാ ദേവസി, കല്ലായച്ച നിന്നെ കുപ്പിയിലിറക്കുവോ? ഞാനെന്തേലും ചെയ്യുന്നതിന് നിനക്ക് എന്നാടാ? നീ എന്താ ചെയ്യുന്ന? നിന്റെ പെങ്ങന്മാരെ കൊണ്ടും അളിയന്മാരെ കൊണ്ടൊന്നും ചെയ്യാനും സമ്മതിക്കുക. അതിന് നിനക്ക് എന്നാടാ ചെയ്തം? നിനക്കൊരു മണിവിടുന്നതിന്റെ ചെലവില്ലല്ലോടാ. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ ചാക്കി. ഒളിച്ചിരുന്ന് പേടിപ്പിക്കുവാന്നോടാ ചക്കെ. എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാതെ പിന്നെ എടാ, നീ എന്നതാ കരുതേ? അതെ, നീ കരുതണ മാതിരി മുരിക്കല സിമിത്തേരി ഒരു നരകമൊന്നുമല്ല, സ്വർഗമാണ്. സ്വർഗം നിറയെ പൂക്കള്, പുണ്യാത്മാക്കള്, കുറെ അപ്പൂപ്പൻ താടികള്. ഈ പൂക്കളുടെ മണം കല്ലറകളെ മീറ പൂശിയ മാതിരി തോന്നും. അവിടെ ഞാൻ നിന്റെ അപ്പനെയും അപ്പൂപ്പനെയും അമ്മച്ചിയൊക്കെ കണ്ടടാ. കണ്ടടാ. അവരെന്നാ പറഞ്ഞടാ? അവർക്കാർക്ക് നീ മുരിക്കല് വിട്ട് കോന്നായിലോട്ട് കുടിയേറിയത് ഇഷ്ടമായിട്ടില്ല. ഒന്നുമില്ലേലും മുരിക്കല് നിന്റെ അപ്പനപ്പൂപ്പന്മാരുടെ നാടല്ലയോ? അവർക്ക് ഇഷ്ടമായിട്ടില്ല. അവിടെ എവിടെയൊക്കെ സംസാരം കേൾക്കുന്നുണ്ട്. പറമ്പിന്റെ അങ്ങേ തല വരെ നടന്നു. അവിടെ ഒരുത്തരെയും കാണാനില്ല. ആരാ പാപ്പ അത്? നമ്മുടെ വർക്കിച്ചനാണടാ. ഇങ്ങ് പോരെ. എന്റെ ഈശോ മറിയ ഔസേപ്പേ, വർക്കിച്ചനോ? എന്നതാണോ ദേവസ്വം? എന്നാ ഇത് വഴക്കാണോ? ഇവിടെ കൂട്ടുകാരായിരിക്കണം കേട്ടോ. എന്തായിരിക്കും? കൂട്ടുകാരായിരിക്കും. ഇങ്ങനെ അവിടെ ഞാൻ നിന്റെ അപ്പനെയും അപ്പൂപ്പനെയും അമ്മച്ചിയൊക്കെ കണ്ടടാ. പാപ്പന്റെ 80ാം പിറന്നാളാ വരുന്നത്. പുലിമൂട്ടി തറവാട്ടുകാരെ ഒരു വലിയ കുടുംബയോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുക. അച്ഛനോടാ ആദ്യം പറയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാപ്പന് വേണ്ടി മാത്രമേ ഉള്ളൂ. അത് പാപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. വരുന്ന കുടുംബയോഗത്തിൽ എല്ലാവരും അവരവരുടെ തീരുമാനം അറിയിക്കും. അത് നന്നായി, വളരെ നന്നായി. തന്നെ വല്ലച്ചോ, പുലിമൂട്ടി കുടുംബത്തിന് ഒരു കുടുംബ കലറ വേണം. അതും വളരെ നല്ലതാ.
കോന്നായി സെമിത്തേരിക്ക് അത് അത്യാവശ്യം. അപ്പൊ അച്ഛൻ കുടുംബയോഗത്തിൽ വരണം. വാടാ. താങ്ക് യു അച്ഛാ. ആയിക്കോട്ടെ. ആ. ഇക്കണ്ട സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സെന്നോട് പറയുവാണ്, ഈ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പൊക്കിയതും ഒന്നും ഒടുവിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്വന്തമായിട്ടാകെ ഉള്ളത് അങ്ങ് താഴെ മുരിക്കലിൽ മണ്ണടിഞ്ഞു പോയ എൻ്റെ അപ്പനപ്പൂപ്പന്മാർ മാത്രം. അതിനിപ്പോ എന്നാ കുഴപ്പം? പാപ്പന് വേണ്ടി കുടുംബത്തിലെ കൊച്ചുമക്കൾ വരെ എന്തിനും തയ്യാറല്ലേ? അങ്ങനല്ലേ പെങ്ങന്മാരെ അവരെ വളർത്തിയിരിക്കുന്നത്? എടാ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാം. അങ്ങ് താഴെ മുരിക്കല് കാണാം, അപ്പനെ അമ്മച്ചിയെ കാണാം, അവരുണ്ടാക്കിയതും മിച്ചം വെച്ചതും ഒക്കെ കാണാം. ഇതിപ്പോ പുതിയ കാഴ്ചയൊന്നും അല്ലല്ലോ. പാപ്പൻ നമ്മുടെ എസ്റ്റേറ്റിൽ കാണും. ഒന്ന് എന്ന് വിളിച്ചോണ്ട് വന്നേ. കുഞ്ഞേട്ടോ, പാപ്പൻ എന്തിയേ? നീ കരുതണമാരി മുരിക്കിയല സിമിത്തേരി ഒരു നരകമൊന്നുമല്ല, സ്വർഗമാണ്, സ്വർഗം. നിറയെ പൂക്കള്, പുണ്യാത്മാക്കള്, കുറെ അപ്പൂപ്പൻ താടികള്. ഈ പൂക്കളുടെ മണം കല്ലറകളെ മീറ പൂശിയ മാതിരി തോന്നും.